ആദ്യം നമ്മൾ ഉപ്പിട്ട് പൊടിപ്പ് അല്ലേ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 300 കിലോ ചിക്കൻ 65. അജിനോട്ടല്ല, ഉപ്പാണ്. അജിനോട്ട് ചേർക്കലില്ല. ഓക്കെ, നമുക്ക് ചേർക്കാനുള്ള സംഭവങ്ങൾക്ക് ആദ്യം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. 300 കിലോ ചിക്കൻ 65 ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ അതൊക്കെ കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മുളക് പൊടി ഒരു 3/4 കിലോ. സോയാ സോസ് അല്ല, 300 കിലോ ഒരുമിച്ച് നമ്മൾ മസാല ഇടിക്കണില്ലല്ലോ. ഇല്ല, 150 കിലോ അല്ലേ. ഒരു സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, കളറിനൊക്കെ കാശ്മീരി ചില്ലി, മുളക് പൊടി, ഒരു കുറച്ച് കളർ ഇട്ടാൻ വേണ്ടിയിട്ട്. അരക്കിലാണ് ചിക്കൻ ഡീപ് ഫ്രൈ ചില്ലി മസാല. ചിക്കൻ ചില്ലി മസാല ചിക്കൻ ചില്ലി മസാല. കളറില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നമാണ്, ഒരു ചകരം കളറിൻ്റെ പൊടി. കളറല്ലേ ഇപ്പോൾ നമ്മൾ ചേർക്കണേ? ഒരു പൊടിക്ക്. ഓക്കെ, ഈ കളർ കൂട്ടാതെ ഉണ്ടാക്കിയാൽ എന്താണ്? അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ലേഡീസിനാണ് മെയിൻ പ്രശ്നം. കളറില്ലാന്നുണ്ട് ഒരു പ്രശ്നം, കാണാനും കൊഞ്ചില്ലെങ്കിൽ. ഇതിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ടേസ്റ്റ് ഒന്നും ഇല്ല. അത് നല്ലതുമല്ല കളറൊന്നും. ഓക്കെ, 1.5 കിൻഡലിക്ക് നമ്മൾ കളർ എടുത്തത് കുറച്ച് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കോമൺ ആയിട്ട് എല്ലാ പണ്ടാരിമാരും ഉപയോഗിക്കണമല്ലത്. അതെ, ഇത് നമ്മൾ ISI മുദ്രയുള്ള സാധനം തന്നെയാണ്. നമ്മളിത് കുറച്ച് സുർക്ക അല്ലേ, വിനാഗിരി. വെളുത്തുള്ളി, പച്ചമുളക്, ചപ്പ്, പുതിന, വേപ്പില. പുതിന നമ്മൾ മുന്നേ അടിച്ചില്ലേ? നമ്മൾ നേരത്തെ അടിച്ച ചപ്പ്, പുതിന എല്ലാം കൂടി ഉള്ള സംഭവം അല്ലേ. ചിക്കൻ ഉണ്ടാവുമ്പോഴേ ഒന്നും ആവില്ല. കണ്ടാ എത്ര കൊട്ടയെന്നറിയാ? ഇനി എല്ലാം കൂടി ഒരു പിടി പിടിക്കാണ്ടിട്ടാ. 300 കിലോനേ ഇതാവണ്ടേ. ഇനി നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ടേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല സംഭവം പൊളിയിട്ടുണ്ട്. എരിവ് എല്ലാം ഉണ്ടല്ലേ, എരിവ് അടിപൊളി. ചിക്കൻ ഇതിലേക്ക് ഇതാ ബാവ കൊട്ടുന്നു. ബാവ മെയിൻ ആളാണ്. ഇനിയിപ്പോ നമ്മള് കഴുകി വെച്ച ചിക്കൻ ഒരു മാറ്റല്ലേ. നമ്മളെ തൊയ്യീബുണ്ട് അവിടെ, ഒരു തൊയ്യീബ് മനുഷ്യൻ. ഈ മറിക്കണേല് മസാല ഇനി കൂടുതൽ കുറച്ചും കൂടി ചിക്കൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. മസാല മിക്സ് ആയി വരുന്നുണ്ട്. ഞാൻ സൈഡ് കളക്കാണ്ടല്ലേ. വട്ടത്തിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കണല്ലേ. ഫുൾ സെറ്റായില്ല. ശരിക്കും മസാല ഓരോ ചിക്കൻ്റെ പീസിലും ശരിക്കും നന്നായിട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇതിപ്പോൾ മസാല ഓവറായ ഇനി ഇത് കിടണ മസാല ഓവറായ 2 വട്ടം കൂടി വേണ്ടിയിട്ടല്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാല ഇപ്പം ഉണ്ട് ചിക്കനിൽ.
അപ്പോൾ അഡീഷണലായിട്ട് നമ്മളൊരു 3 കൊട്ടയും കൂടി ചിക്കൻ ഇട്ടല്ലേ. അഡീഷണൽ കുറച്ചും കൂടി മസാലപ്പൊടികൾ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശ്രദ്ധ വീണ്ടും മിക്സ് ചെയ്യാണ്. എത്രത്തോളം നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ ഓരോ ചിക്കൻ്റെ പീസിലും മസാല ശരിക്ക് പിടിക്കും. അപ്പോൾ ഇളക്കാൻ ഇവിടെ ആളുകൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം അത്രയും നല്ല എഫേർട്ടാണ് ഇത് ഇളക്കാമെന്നുള്ളത്. കാരണം അത്രയും തോനെ ചിക്കൻ ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി മറിക്കണ്ടായി. ചിക്കൻ 65 കൂടാതെ ഇവിടെ നെയ്ച്ചോറ്, ബീഫ് കറി, പിന്നെ ചിക്കൻ ബിരിയാണി തുടങ്ങിയിട്ടുള്ള മറ്റ് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 അവിടെ മസാല തേച്ച് വെച്ചിരുന്നല്ല, അത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഓയിലിതാ പൂറിയിലേക്ക് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വിറകാല അല്ല വിറകാല ഗ്യാസ് അല്ലല്ലേ. ഇത് എത്ര പേക്ക് ഓയില? സാധാരണ ഇത് മസാല അടിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ചേർക്കൂലേ? കോൺഫ്ലവർ നിങ്ങൾ മസാല അടിച്ച് ചിക്കൻ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ അതിന് ശേഷം ചേർക്കുള്ളൂ അല്ലേ ലാസ്റ്റ്. ഇനിയിപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേന് ഇതൊന്നുകൂടി മിക്സ് ചെയ്യണ്ട. ഇനി ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി അല്ലേ. ഇതെന്തിനാ ചേർക്കണത്? മസാല ശരിക്കും പിടിക്കാൻ ക്രിസ്പി കിട്ടാനാണ് ആ പുറത്തല്ലേ. ഓക്കെ. അപ്പോൾ കുറച്ച് ചിക്കനെ ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ. അത് ഇളക്കാനും എളുപ്പമാണ്. ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിന് ഇട്ടിട്ട് പൊരിച്ചെടുക്കും. ഓക്കെ. റെഡി ആക്കണല്ലേ. ഓവറായിട്ടൊന്നും മൂപ്പിക്കുന്നില്ലല്ലേ? അതിൻ്റെ ആവശ്യമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഗ്രേവി ആക്കണമെങ്കിൽ അങ്ങനെ മതിയല്ലേ? ഓക്കെ. ഇതിപ്പോൾ വിറകെടുപ്പല്ല ഇവിടെ കാണാൻ. ഏതാണ് ചിലർ പറഞ്ഞിട്ടുണ്ട് ഗ്യാസിനൊക്കെ ടേസ്റ്റ് കൂടുതൽ വിറകിനാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല എന്തെങ്കിലും കാര്യമുണ്ടാ? നമ്മളെ ഈ ചോറ് നമ്മളെ വീട്ടിലെ ഊണൊക്കെ വിറകേറ്റുണ്ടാക്കണ ടേസ്റ്റ് അല്ലേ? ബീഫൊക്കെ വറ്റിക്കല് അങ്ങനത്തെ പരിപാടിയൊക്കെ അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണത് അത് ഗ്യാസ് നല്ലതല്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് കുറേ ടൈം എടുക്കില്ല. വെറുതെ നമ്മൾ ഗ്യാസ് ആകുമ്പോൾ സംഭവം കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി വിട്ടെന്ന് ചെയ്യും. ചിക്കൻ 65 അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നിന്നുണ്ടെങ്കിൽ നാവ് പൊള്ളും. കാരണം നല്ല ചൂടുണ്ട്, എടുത്തിട്ടുകൊണ്ടിരിക്കണുള്ളൂ. പച്ചമുളക് ഒന്നുകൊണ്ട് വാട്ടിയെടുക്കല്ലേ? വേപ്പിലുണ്ട്. വേറെ എന്തെങ്കിലും ഇതിൽ? കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക് വാട്ടിയെടുക്കുകയാണ്. ഫൈനലി നമ്മുടെ ചിക്കൻ 65 ഇതവിടെ നല്ല മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരിട്ട് ഡൈനിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പാകമായിട്ടുണ്ട്.